അങ്ങനെ ഓണം എത്തി നമുക്കൊരു സെമി അംബ്രല്ല സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ലാതെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് അത് നോക്കണ്ടേ? ഞാനിവിടെ അതിനുള്ള ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെമി അംബ്രല്ലയ്ക്ക് എത്ര ക്ലോത്ത് വേണമെന്ന് അറിയണമെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിന്റെ 3 ഇരട്ടി ക്ലോത്ത് വേണം ഈ ഒരു സ്കേർട്ടിന്. ഇതിനെ ഫസ്റ്റ് ചെയ്യാനുള്ളത് ലെങ്ത് വൈസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോണായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇതിനെ ഒന്ന് നിവർത്തിയിടാം. ഇങ്ങനെ ഒന്ന് കോണായിട്ട് ഉണ്ടോ, ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്തിടാനുള്ളത്. ഈ കോണായിട്ട് ഇടുമ്പോൾ ഏറ്റക്കുറച്ചിലൊന്നും വരാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് വെച്ച് സൈഡിലൊന്ന് പിൻ ചെയ്തോടെ വെച്ചിട്ട് മാർക്കിങ്ങും കട്ടിങ്ങും എല്ലാം ചെയ്തത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് ലെവൽ പിടിച്ച് വെച്ച് ഞാനിവിടെ 2-3 പിന്ന് ചെയ്ത് കൊടുക്കുകയാണ് സൈഡിൽ. അപ്പോഴത്തേക്ക് നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഈ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരുന്നോളും. കാരണം ഞാനിത് ഒരു ഷിഫോൺ ടൈപ്പ് ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വഴുതി പോകും. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണേ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ അതിൽ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ നല്ലപോലെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കോണായിട്ട് ഫോൾഡ് ചെയ്ത് നല്ലപോലെ സെറ്റ് ചെയ്തിട്ട ശേഷം ഇതിനൊരു കാൽക്കുലേഷൻ ഉണ്ട് കേട്ടോ. നല്ല കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ സീം അലോൺസ് കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 38 എനിക്ക് വേസ്റ്റ് റൗണ്ട് കേട്ടോ. സീം അലോൺസ് കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അതിന് 3.14 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. കിട്ടുന്ന ആൻസറിനെയാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത്. എനിക്കിവിടെ ടോട്ടൽ വേസ്റ്റ് സീം അലോൺസ് ഉൾപ്പെടെ 38 ഡിവൈഡ് ചെയ്യണം. 3.14 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 11.25 കിട്ടും. ഇനി ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന 11 ഇഞ്ചാണ് കേട്ടോ. കാരണം ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ കുറച്ച് തന്നെ മാർക്ക് ചെയ്യണം. കാരണം ഇവിടെയും ഒരു സീം അലോൺസ് നമുക്ക് ബെൽറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണം. അത് പോയിട്ട് ക്ലോത്ത് ഒന്ന് നിവർത്തി എടുക്കുമ്പോൾ വലിയാനും ചാൻസ് ഉണ്ട്. അംബ്രലയ്ക്ക് കട്ട് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ കുറച്ച് മാർക്ക് ചെയ്താൽ മതി. 11.25 എന്ന് പറയുന്നത് ഞാനിവിടെ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഈ 11 എന്ന് പറയുമ്പോൾ ഈ കോണിൽ നിന്ന് കറക്റ്റായിട്ട് ലെവൽ പിടിച്ച് 11 ഇഞ്ചാണ് മാർക്ക് ചെയ്യാനുള്ളത്. കണ്ടോ, അടുത്ത പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ കോണിൽ നിന്ന് തന്നെ കറക്റ്റ് ടേപ്പ് പിടിച്ചിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ എൻഡ് വരെയും ഇതുപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ ലൈനുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പൊ നമുക്ക് കറക്റ്റ് വേസ്റ്റ് റൗണ്ട് കിട്ടി. ഇനി ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ ടോട്ടൽ ലെങ്ത് ബെൽറ്റ് ഉൾപ്പെടെ 39 ഇഞ്ചാണ്. 39-ന്റെ 2 ഇഞ്ച് ബെൽറ്റിന് പോയി കഴിഞ്ഞാൽ 37 ഇഞ്ചാണ്. പിന്നെ ലെങ്ത് മടക്കി അടിക്കാനൊക്കെ ആയിട്ട് സീം അലോൺസ് ഞാൻ 1 ഇഞ്ച് വിടുന്നുണ്ട്, 38 ഇഞ്ച്. ഇനി ഇതിന് ലെങ്ത് മാർക്ക് ചെയ്യുന്ന ടൈമിന് ഈ 38 ഇഞ്ചിന്റെ കൂടെ ഈ ഒരു 11 ഇഞ്ച്, ഇവിടെ 11 ആണല്ലോ നമുക്ക് വേസ്റ്റ് റൗണ്ട് കണ്ടുപിടിച്ചത്, ആ ഒരു അളവ് കൂടെ ആഡ് ചെയ്യണം. 38ന്റെ കൂടെ 11 ആഡ് ചെയ്യുമ്പോൾ 49 ഇഞ്ച്. ഈ 49 ഇഞ്ചാണ് ഈ ഒരു കോണിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടോ. അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു 11 ഇഞ്ച് എക്സ്ട്രാ ഈ ലെങ്തിന്റെ കൂടെ ആഡ് ചെയ്തതാണ്. 38 എന്ന് പറയുന്നതിന്റെ കൂടെ 11 ആഡ് ചെയ്തിട്ടാണ് 49. ഈ കോണിലൊന്ന് ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ലെങ്ത് ഭാഗത്ത് ഷേപ്പ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ കോണിലൊന്ന് 49 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്ത് അടുത്ത പോയിന്റിൽ നമുക്ക് ഈ 49 ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ മാർക്ക് ചെയ്തതിനെ യോജിപ്പിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് ഈ ഒരു സൈഡിലെത്തുമ്പോൾ എൻ്റെ ക്ലോത്ത് കുറച്ച് കുറവാണ് കേട്ടോ. നല്ല വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്ട്രാ സൈഡിൽ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വരുമ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അത് ഞാനിങ്ങനെ ടേബിളിലോട്ട് മാർക്ക് ചെയ്തിടും. അങ്ങനെ വരുമ്പോൾ നമുക്കത് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണേ. ആ ടേബിളിലോട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് വിട്ടാൽ മതി. ആ സ്കർട്ടിന്റെ ലെങ്തിലെ ഷേപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വിടുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ക്ലോത്താണ് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാനുള്ളത്. കണ്ടോ, ഇത്രയുടെ ഒരു വ്യത്യാസം വരും കേട്ടോ. 2 സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്തിന്റെ വ്യത്യാസം വരും. അതിങ്ങനെ ഇവിടെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് കിട്ടും കറക്റ്റായിട്ട്. ഇനി ഈ മാർക്ക് ചെയ്ത് വിട്ടല്ലോ, ഇവിടുന്ന് കറക്റ്റായിട്ട് ഈ റൗണ്ട് ചെയ്തങ്ങ് കട്ട് ചെയ്താൽ മതി. ഇവിടുന്ന് തന്നെ നമുക്ക് ഈ ക്ലോത്തിനെ വെച്ച് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന അതേ ഷേപ്പിന് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇങ്ങനെ വരച്ച് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ
സ്റ്റിച്ചിങ് പഠിച്ച് തുടങ്ങുന്നവർക്കും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിന് കണ്ടോ, ഈ ഒരു എഡ്ജിലെന്ന് ആ കോണിൽ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ടേബിളിൽ മാർക്ക് ചെയ്ത് കൊടുത്ത അതേ ഷേപ്പിന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിവിടെ എത്ര ക്ലോത്ത് വേണം അതിന് ഇതേ ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിന് കട്ട് ചെയ്തെടുക്കാൻ കണ്ടോ. ഈ ടേബിളിലുള്ള അതേ കണക്കിനാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് മാറിപ്പോകാൻ പാടില്ല, ഇതേ ലെവലിൽ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഫ്രണ്ടിനും ബാക്കിനുള്ള പീസ് ഇതുപോലെ നമുക്ക് കിട്ടും. ഇതിന് ഞാൻ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കും, കാരണം ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനെന്ന് അറിയണമെങ്കിൽ നമുക്കിതാ ഈ രണ്ട് സൈഡും പിടിച്ചൊന്ന് പിൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി. വേസ്റ്റ് റൗണ്ട് എല്ലാം കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മാറിപ്പോവാതെ ഇരിക്കും കേട്ടോ. ഇതിനെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, പിന്നിളക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇനി വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്യണം. ഇനി ഈ 11 ഇഞ്ച് ആഡ് ചെയ്തല്ലേ നമുക്കിപ്പോൾ ലെങ്ത് കട്ട് ചെയ്തിരിക്കുന്ന ഈ 11 ഇഞ്ചും കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മുടെ ലെങ്ത് കറക്റ്റ് ആയിട്ട് കിട്ടും. എന്നാൽ അംബ്രല സ്കേർട്ടിന്റെ അതേ ഷേപ്പ് നമുക്ക് ലെങ്ത് ഭാഗത്തെല്ലാം നല്ല പോലെ ഫോം ആയിട്ടുണ്ട്. അവിടെ വേരിയേഷൻ വരാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ബെൽറ്റിനുള്ള ക്ലോത്ത് ഈ വേസ്റ്റ് ഭാഗം കട്ട് ചെയ്ത ക്ലോത്ത് എടുത്താൽ മതി. പിന്നെ എല്ലാം റിമൂവ് ചെയ്ത് ഞാനൊന്ന് നിവർത്തി കാണിച്ചു തരാം. കണ്ടു, നല്ല സെറ്റായിട്ട് സ്കേർട്ട് കിട്ടിയുണ്ടോ. ഇനി ആ ലെങ്ത് ഭാഗത്തുള്ള രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് പോയിട്ട് ബെൽറ്റ് അറ്റാച്ച് ചെയ്യണം, സ്ലിറ്റ് കൊടുക്കണം. ഇവിടെ ഒരു ഓപ്പൺ കൊടുക്കണമല്ലോ, അതിനിതാ ഇങ്ങനെ ഒന്ന് വെച്ച് ഒരു 6 ഇഞ്ച് താഴ്ത്തി 1/2 ഇഞ്ച് വെച്ച് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. ഒരു 6 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് 1/2 ഇഞ്ച് മാറ്റി ഫുള്ളൊന്ന് ലെങ്ത് ഭാഗം അടിച്ചെടുക്കണം. അത് പോയിട്ട് ഇതുവരെ ഒന്ന് ഓപ്പൺ കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് വെച്ചൊന്ന് മടക്കി ഈ 6 ഇഞ്ച് ദൂരം ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഈ 6 ഇഞ്ച് വരെ ഒന്ന് ഇങ്ങനെ തയ്ച്ചിട്ട് ഒന്ന് മേളിലോട്ട് കയറ്റി, അപ്പൊ 5 ഇഞ്ച് ഓപ്പൺ വരും. 1 ഇഞ്ച് മേളിൽ നിന്നാണ് ഈ സൈഡ് ക്ലോസ് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ സൈഡ് ലെങ്ത് ഫുള്ള് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 പീസാണ് ഞാനിവിടെ ഒന്നിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം എനിക്ക് ക്ലോത്ത് കുറവായിരുന്നുണ്ട്. ഇതുപോലെയാണ് ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ബെൽറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് വെച്ച് ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം ഒരു 1/2 ഇഞ്ച് ഇതുപോലെ സ്കേർട്ടിന്റെ ഫ്രണ്ട് സൈഡിലല്ല അകവശത്ത് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ച് 1/2 ഇഞ്ച് മാറ്റിയാണ് ഫുൾ റൗണ്ട് ചെയ്തൊന്ന് ബെൽറ്റ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ റൗണ്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ അടുത്ത സൈഡ് ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇവിടെയും അതുപോലെ 1/2 ഇഞ്ച് വെച്ചൊന്ന് ചുരുട്ടി സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, ആവശ്യത്തിനുള്ള ലെങ്തിന്റെ അവിടെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഒരു 1/4 ഇഞ്ച് വെച്ചോ 1/2 ഇഞ്ച് വെച്ചോ ഒന്ന് മടക്കി വെച്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞ് സൈഡ് കൂടെ ഒന്ന് അതേ മടക്കങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വേണ്ട സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ ഒന്ന് കമിഴ്ത്തി ഈ തയ്യൽ തുമ്പുണ്ടല്ലോ അതിന്റെ ജസ്റ്റ് താഴെ വെച്ചുണ്ട് ഇങ്ങനെ ഒന്ന് ഫുൾ റൗണ്ട് ചെയ്തതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ബെൽറ്റ് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. വലിച്ചു പിടിക്കാതെ കറക്റ്റ് ഒരേ ലെവലിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അംബ്രല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ നല്ല സിമ്പിൾ ആണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് ഈ ഒരു സ്കേർട്ട് ഫിനിഷിംഗ് ആയതുണ്ട്. ഇനി ഇലാസ്റ്റിക് വേണമെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നാടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ലെങ്ത് ഭാഗത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിനെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്ത് ഒന്ന് മടക്കി അടിക്കണം. മടക്കി അടിച്ച് ഫൈനൽ ലുക്ക് കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് സ്കേർട്ട് സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.